ഹലോ ഡിയേഴ്സ്, ഫ്രീ ഐ ഡി രജിസ്ട്രേഷനും പ്രൊഡക്റ്റ് പർച്ചേസും ഈ പുതിയൊരു അപ്ഡേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഐ ഡി നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഹോം പേജിൽ നമ്മൾക്ക് പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റെഫർ ലിങ്ക് യൂസ് ചെയ്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെലക്ട് അക്കൗണ്ട് എന്നുള്ളതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റും വെർച്വൽ മാളും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ട് ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വെർച്വൽ മാളാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പർച്ചേസ് ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലാണ് വെർച്വൽ മാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതർ സ്റ്റേറ്റുള്ളവർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. കാരണം അവർക്ക് ആ നാട്ടിലിരുന്നു കൊണ്ട് അവരുടെ നാട്ടിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും അല്ലാതെ ഹോൾസെയിലായിട്ട് പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ പല നാടുകളിൽ എന്ത് കിട്ടും, വളരെ വില കുറവിലൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എല്ലാ ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ ഭാഗത്തും സെല്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ വെർച്വൽ മാളിൽ കൂടെ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു വലിയൊരു ബിഗ് പ്രൊജക്റ്റ് തന്നെയാണ് ഈ വെർച്വൽ മാൾ എന്നുള്ളത്. അപ്പോൾ വെർച്വൽ മാൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്രൊഡക്റ്റും സെലക്ട് ചെയ്യാം. ഇപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഐ ഡി ആക്ടിവേഷൻ ചെയ്യാം. ഇപ്പോൾ 300 രൂപേൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, അതിലൂടെ ഒരു ഫ്രീ ഐ ഡി രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ വ്യക്തിക്ക് പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്തിട്ട് ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. പിന്നീട് നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള നെയിം, അതുപോലെ തന്നെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഐ ഡി ഓപ്പൺ ആക്കി ഹോം പേജിൽ നിന്നും ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈ ഇൻകം ഓപ്പൺ ആക്കുക. മൈ ഇൻകം ഓപ്പൺ ആക്കി അതിൽ ആക്ടിവേഷൻ എന്നുള്ളത് ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സീക്രട്ട് പാസ്വേഡ് ഉണ്ട്. ആ സീക്രട്ട് പാസ്വേഡ് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആക്ടിവേഷൻ പാസ്വേഡ് കൊടുത്ത് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ ആക്ടിവേഷൻ ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 805168 805168. ഓക്കെ, സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പേരും ഐ ഡി നമ്പറും ഇവിടെ കാണിക്കും. ഏത് ഐ ഡി ആണോ നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ പോകണം അതിൻ്റെ പേര് അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഐ ഡി നമ്പർ ഉണ്ടാവണം. എന്നിട്ട് നമ്മളിവിടെ 150 പർച്ചേസ് എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 4 എമൗണ്ടുകൾ അല്ലേ. ഇതുവരെ നമ്മൾ 150ൻ്റെ മാത്രമാണ് സെലക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾക്ക് 300, 500, 999 ഇങ്ങനെ ടോട്ടൽ 4 എമൗണ്ടുകളിലൂടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 150ഉം 300ഉം ആണ്. അപ്പോൾ നമ്മൾ 300ൻ്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 300 രൂപേൻ്റെ ഐ ഡി ആണ് ഇത് ആക്ടിവേഷൻ ചെയ്യുന്നത്. ഈ 300 രൂപയ്ക്കോ അല്ലെങ്കിൽ 500 രൂപ 999 രൂപയ്ക്കോ നമ്മൾ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ഇതേ സെയിം എമൗണ്ടിന് നമുക്ക് ആ ഐ ഡിയിൽ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് 300 രൂപേൻ്റെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്നതോടുകൂടി ആ ഐ ഡി ഓപ്പൺ ആക്കുന്ന സമയത്ത് ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് 300 ആണെങ്കിൽ 300, 500 ആണെങ്കിൽ 500, അല്ലെങ്കിൽ 999 ആണെങ്കിൽ 999 ഈ എമൗണ്ട് അവിടെ സീൻ ചെയ്ത് കാണുകയും ചെയ്യും. നമ്മൾ ഇന്നാക്റ്റീവ് കൊടുത്തു, ആക്റ്റീവ് ആക്കി. ഓക്കെ, നമ്മൾക്ക് എങ്ങനെയാണ് ഇനി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഐ ഡി നമ്പർ ഇപ്പോൾ 300ൻ്റെ ഐ ഡി ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐ ഡി നമ്പർ തന്നെ കൊടുത്തുകൊണ്ട് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ഹോം പേജിൽ ഫസ്റ്റ് പർച്ചേസ് 300 എന്ന്. ഇതേപോലെ നമ്മൾ ഇനി 500 ആണെങ്കിലും 999 ആണെങ്കിലും 150 ആണെങ്കിലും ഈ എമൗണ്ടിൻ്റെ ഭാഗത്ത് സെയിം ആയിട്ടാണ് കാണുക. ഓക്കെ, എമൗണ്ടുകൾ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിനുള്ള പ്രൊഡക്റ്റ് നമ്മൾക്ക് ഈ ഐ ഡിയിലൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഇനി എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണതെന്ന് കാണാം. മൈ പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് ഫസ്റ്റ് പർച്ചേസ് പ്രൊഡക്റ്റ് എന്നുള്ളതിൽ ടച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ അപ്പോൾ 300 എന്നുണ്ട്, 150 ഉണ്ട്, അതേപോലെ 500 ഉണ്ട്. ഓക്കെ, 299 ഉണ്ട്. നമ്മൾ ഏത് എമൗണ്ടാണോ കൊടുക്കുന്നത് ആ എമൗണ്ടിനുള്ള പർച്ചേസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 35 കളറുള്ള 300 രൂപയുടെ 10 മണി ചെടിയാണ് നമ്മൾ ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ 300 രൂപയാണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, 300 എന്നുള്ള ഇതിൽ ബൈ നൗ എന്ന് കൊടുക്കുക. ഓക്കെ, കൊടുത്തതിന് ശേഷം നേരെ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആകും. അതായത് നമുക്ക് അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുക്കാനുള്ള പേജ് ഓപ്പൺ ആകും. ഇതിൽ നമ്മളുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക. സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട്, താലൂക്ക്, കോർപ്പറേഷൻ, അതുപോലെ പഞ്ചായത്ത്, ഇതൊക്കെ ഓപ്ഷണലാണ്. വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിത് ഫസ്റ്റ് പർച്ചേസ് ആണോ റീപർച്ചേസ് ആണോ എന്നുള്ളത് ഇവിടെ 2 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് പർച്ചേസ് ആണ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഇനി ക്വാണ്ടിറ്റി ചോദിക്കുന്നുണ്ട്. നമുക്ക് 300 തന്നെ ഒന്നിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആ ക്വാണ്ടിറ്റിയിൽ എണ്ണം കൂട്ടാം. അപ്പോൾ 2 എണ്ണം എടുത്തതിന് 2 എന്ന് കൊടുക്കാം, 3 ആണെങ്കിൽ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്കപ്പോൾ ടോട്ടൽ പ്രൈസ് കാണിക്കാം. അതിൽ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓർഡർ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ബാക്ക് ഔട്ട് ചെയ്യാം. ബാക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓർഡർ ആയിട്ടുണ്ടല്ലോ, ഈ ഓർഡർ ആയി സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്തു. ഇനി ഇത് നമ്മൾ കമ്പനിയിൽ അവർക്ക് അക്സെപ്റ്റ് ആയിട്ടുണ്ടോ, അത് അവിടെ നിന്ന് നമുക്ക് ഡെലിവേർഡ് ആണോ എന്നുള്ളത് അതും നമുക്ക് ഇവിടെ തന്നെ ഹോം പേജിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്യാവുന്നത് നമ്മൾ ഈ സ്ക്രീനിൻ്റെ മുകളിൽ ഒരു വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴോട്ടാക്കുമ്പോൾ നമുക്കത് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ബാക്ക് ചെയ്തിട്ട് വീണ്ടും ആ ID നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഹോം പേജിൽ തന്നെ ഓർഡർ സക്സസ് വിൽ ബി ഡെലിവേർഡ് സൂൺ എന്ന് കാണിക്കും. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ കമ്പനിയിൽ നമ്മുടെ ഓർഡർ എത്തിയിട്ടുണ്ട് എന്നും നമുക്ക് അവിടെ നിന്ന് പാക്കപ്പ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ അയക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഓൾ.